ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു മീൻകറി തന്നെയാണ്. അയലയാണ് ഞാൻ ഇന്നത്തെ മീൻകറിക്ക് എടുത്തിരിക്കുന്നത്. നല്ല കുറിയ ചാറോടുകൂടി ഉണ്ടാക്കിയതാണ് ഇന്നത്തെ മീൻകറി. അയല ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. നമുക്കിതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. മീൻകറി വെക്കുന്നതിന് ഞാൻ ഇന്ന് 1/2 കിലോ അയലയാണ് എടുത്തിരിക്കുന്നത്. ഒരു 4 കഷ്ണം പുളി ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് ഞാൻ ഇതിലേക്കിട്ട് നെകക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് ഏതാണ്ട് ഒരു 2.5 കപ്പ് വെള്ളത്തോളമുണ്ട്. നമുക്കിതൊന്ന് തിളപ്പിച്ച് ഇതിൻ്റെ സത്തൊക്കെ ഒന്ന് ഇറങ്ങുന്നിടം വരെ തിളപ്പിച്ചെടുക്കാം. പുളിവെള്ളം തിളയ്ക്കാൻ തുടങ്ങുന്നുണ്ട്. അത് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി ഞാൻ ചെറുതായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു കുടം വെളുത്തുള്ളി ഞാൻ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. പുളി നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. നമുക്കൊരു മീൻ ചട്ടി അടുപ്പത്ത് വെക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഈ മുളക് പൊടി ഒന്ന് ഇളക്കി കരിയാതെ എടുക്കാം. ആ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. വേറെ ഒരു വെള്ളവും നമ്മൾ ചേർക്കുന്നില്ല. പുളിവെള്ളം തിളപ്പിച്ചത് മാത്രമാണ് ഇതിനകത്ത് ഒഴിക്കുന്നത്. അതാണ് ഈ പ്രാവശ്യത്തെ മീൻകറിയുടെ ഒരു പ്രത്യേകത. ഈ മീനിൻ്റെ ചാറൊന്ന് തിളയ്ക്കാനായിട്ട് അടച്ചു വെക്കാം. മീനിൻ്റെ ഗ്രേവി നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചുകൊണ്ട് ആ തീയിൽ ഈ മീൻ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നല്ലപോലെ തിളച്ച ഈ മീൻ കറിയുടെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. മീൻ കറിക്ക് കറിവേപ്പില എത്ര ഇട്ടാലും നല്ല രുചിയായിരിക്കും. വീണ്ടും അടച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ചുറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മീൻ കുറച്ചല്ലേ ഉള്ളൂ. മീൻ നമുക്കൊന്ന് നോക്കാം. നല്ലപോലെ കുറുകി വറ്റി വന്നിട്ടുണ്ട്. ആവശ്യത്തിന് മീൻ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒക്കെ നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള മീൻകറി റെഡി ആയിരിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.